പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 1 പരിചയപ്പെടാം. കനിവും കരുതലും എന്നാണ് യൂണിറ്റിൻ്റെ പേര്. പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് സ്വയം പിന്മാറാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം. പ്രകൃതിയും കാലാവസ്ഥാ മാറ്റവും വിഷയമാകുന്ന 2 ചിത്രങ്ങളാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ആനന്ദ് പുനരാഖ്യാനം ചെയ്ത കുരുവിയും കാട്ടുതീയും എന്ന നാടോടി കഥയും സിർഗോയ് ഹെൽത്ത്കോപ്പിൻ്റെ ശിശിരത്തിലെ ഒക്കുമരം എന്ന കഥയിൽ നിന്നെടുത്ത കൊച്ചു ദേവദാരു എന്ന പാഠഭാഗവും ദേവകി നിലയങ്ങോട് എഴുതിയ മഴക്കാലം എന്ന ആത്മകഥാംശമുള്ള ലേഖനത്തിൽ നിന്നെടുത്ത പെരുമഴയത്ത് എന്ന പാഠഭാഗവുമാണ് ഈ യൂണിറ്റിലുള്ളത്. ഇതിൽ പ്രവേശകമായി കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കാം. ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ചിത്രങ്ങൾ നമ്മോട് എന്തെല്ലാമാണ് പറയുന്നത്? പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു പ്രകൃതിയാണ് ആദ്യ ചിത്രത്തിൽ കാണുന്നത്. ഇത് മനസ്സിനെ കുളിർമയേകുന്നു. നല്ലൊരു കാഴ്ചാനുഭവമാണ് മുരളി നാഗപ്പുഴയുടെ ഈ ചിത്രം നൽകുന്നത്. വരണ്ടു വിണ്ടുകീറിയ ഭൂമിയെയും കുടിവെള്ളം തേടിപ്പോകുന്ന മനുഷ്യരെയും CB ഷിബുവിൻ്റെ ചിത്രത്തിൽ കാണാം. മനോഹരമായ പ്രകൃതിയെ കാലാകാലമായി നാം ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതെയാവും എന്ന് ഈ ചിത്രം നമ്മോട് പറയുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുകൂടി ഈ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണ്? വായു, വെള്ളം, ഭക്ഷണം, മഴ, ജീവജാലങ്ങൾ, പുഴ, കാട്, മല ഇതെല്ലാം നിറഞ്ഞ പ്രകൃതി ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമാണ്. ജീവൻ നിലനിർത്താൻ വായുവും വെള്ളവും ഭക്ഷണവും നിറഞ്ഞിരിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ അത്രയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും വേണം. നമുക്കിനി ബന്ധവാക്യം വായിച്ചു നോക്കാം. പ്രാണവായു ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി. പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ? കൊടുക്കുകയും വേണ്ടേ? ഇപ്പം നമുക്ക് ജീവൻ നിലനിർത്താൻ വായു, വെള്ളം, ഭക്ഷണം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രകൃതിക്ക് കൊടുക്കുകയും വേണം. ഒരു മരം മുറിച്ചാൽ 10 തൈ നടണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് ഇന്നത്തെ പ്രകൃതി നിലനിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, "നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ?" കുരുവി പറഞ്ഞു, "ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായൊരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു." ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു, തീ തൻ്റെ ജീവൻ എടുക്കും വരെ. ആനന്ദിൻ്റെ കഥകൾ. നമ്മൾ ഈ കഥയിൽ നിന്നും എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്? അതായത് പ്രകൃതി സംരക്ഷണത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ പങ്ക് വഹിക്കാൻ കഴിയും. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ കുരുവി തൻ്റെ ചുണ്ടിൽ വെള്ളം നിറച്ചെത്തിക്കുന്നു. ഈ ആത്മാർത്ഥതയെ മഴദേവൻ പരിഹസിക്കുന്നു. തന്നെക്കൊണ്ട് ആവുന്നത് ചെയ്യുന്നു എന്ന മറുപടിയാണ് കുരുവി നൽകുന്നത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നതുവരെ കുരുവി ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ തീ കെടുത്താൻ കഴിയുന്ന മഴദേവൻ നിസ്സംഗനായി നോക്കി നിൽക്കുകയാണ്.
കുരുവിയുടെ ഈ പരിശ്രമം മഴദേവനെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പം നമ്മളും ഈ കുരുവിയെ പോലെയാകണം. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മളെക്കൊണ്ട് ആവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പഠന പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃക ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. കുട്ടികൾ അവരുടെ നോട്ടിലേക്ക് അത് എഴുതിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.